ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. ആദ്യമായിട്ട് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ, പിന്നെ കുറച്ച് സവാള അരിഞ്ഞത്, സവാള നീളത്തിനരിഞ്ഞത്, തക്കാളി നീളത്തിനരിഞ്ഞത്, പച്ചമുളക് നീളത്തിനരിഞ്ഞത്, പിന്നെ ആവശ്യത്തിനുള്ള അരി. ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ചട്ടി നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് വറുത്ത് മാറ്റാം. അതിനുശേഷം നീളത്തിലരിഞ്ഞ സവാള ഈ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണേ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി അടുത്ത് നമ്മൾ ചോറ് വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ്. ചോറിന് ആദ്യം നെയ്യ് ഒഴിച്ച് അതിൽ സ്പൈസസൊക്കെ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഈ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ചൂടാക്കിയതിന് ശേഷം നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് വേവിക്കാം. അപ്പുറത്ത് സവാള ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടും നടക്കും. മറ്റേത് ഒരു ജോലി മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ സമയം താമസിച്ചു പോകും. ഇനി അടുത്ത് നമുക്ക് മസാല റെഡിയാക്കാം. എണ്ണ ചൂടാക്കിയിട്ട് സ്പൈസസ് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്യണേ. നീളത്തിലരിഞ്ഞ തക്കാളി. ഇപ്പോൾ ഞാൻ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ തക്കാളി, 2 വലിയ പച്ചമുളക്, ഒരുപാട് വലുതല്ല, ഇടത്തരം പച്ചമുളക്. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന സവാള ഇതിലോട്ട് മാറ്റി വയ്ക്കണം. കുറച്ച് സവാള നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനി ഒരുപാട് വഴറ്റേണ്ട കാര്യമില്ല, ഓൾറെഡി വഴണ്ട സവാളയാണ്. പിന്നെ തക്കാളി, പച്ചമുളക് അതൊക്കെ ഇതാക്കിയാൽ മതി. ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പെരുംജീരകപ്പൊടി 1 സ്പൂൺ, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 സ്പൂൺ, ബിരിയാണി മസാല, ബിരിയാണി മസാല തട്ടിയിട്ടും വരുന്നില്ല ഗൈസ്. ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് തൈര്, ഒരുപാട് പുളിയുള്ളതല്ല, പുളിയില്ലാത്ത തൈരാണ്. പിന്നെ നമ്മൾ കഴുകി വെച്ചിരുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി ചെമ്മീനും കൂടെ ഇതിലിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എണ്ണ തെളിഞ്ഞ് വരണ പരുവം വരെ ആവണം. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് മല്ലിയില ഇട്ടിട്ടുണ്ട്. മസാല സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ അവിടെ റൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ റൈസ് ഇതിലോട്ട് ദം അടിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ഡെക്കറേഷൻ പരിപാടികളാണ്. അപ്പോൾ ഞങ്ങളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.